വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പം ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്, ഭയങ്കര ഹാപ്പിയാണ് ഇന്ന്. അല്ലെങ്കിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, പക്ഷെ ഇന്ന് കുറച്ചും കൂടി ഹാപ്പിയാണ് ഞാൻ. കാരണം നമ്മളിപ്പം പുറത്ത് നമ്മുടെ വീടും നാടൊക്കെ വിട്ടിട്ട് പുറത്ത് നിൽക്കുമ്പം നമ്മളെ കാണാനൊക്കെ ആൾക്കാർ വരുന്നു, നമ്മളെ സ്വന്തം ആൾക്കാർ നമ്മളെ കാണാൻ വരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ. അപ്പം ഇന്ന് ശരിക്കും അമലായിട്ട് വീട് എന്നിട്ട് കുറെ ഗോഷ്ഠയെ കളിക്കുന്നുണ്ട് കേട്ടോ, ഒന്ന് മൈൻഡ്. അപ്പം ഇന്ന് വെച്ചാൽ ഞാൻ അതുപോലെ ഭയങ്കര സന്തോഷ ദിവസമാണ്. കാരണം ഇന്ന് എന്നെ കാണാനല്ല, ശരിക്കും എൻ്റെ ആപ്പൻ ഇവിടെ ബിസിനസ്സാണ്. ഇവിടെ അബുദാബിയിലാണ് ബിസിനസ്, അവിടെ ഹോട്ടലൊക്കെ ഉണ്ട് ആപ്പൻ. അപ്പം ആപ്പൻ എല്ലാ പ്രാവശ്യം ഇങ്ങോട്ട് വരുന്നതാണ്. ഇങ്ങനെ 2-3 മാസം കൂടുമ്പോൾ വരും, ഒരു 10-15 ദിവസം ഇവിടെ നിൽക്കും, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പിന്നെ ഇവിടെ ആപ്പൻ ഇവിടെ ഹെൽപ്പ് പാർട്ട്നേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇടയ്ക്കൊക്കെ വരും, 2-3 മാസം കൂടുമ്പോൾ അവൻ വരും. അപ്പൊ ആപ്പൻ ഇടയ്ക്കൊക്കെ വരാറുണ്ട്. പക്ഷെ ഇന്ന് ആന്റിയും കൂടി വരുന്നുണ്ട്. ശരിക്കും അവർ ഇന്നലെ രാത്രി എത്തി. ഇന്നലെ നാട്ടിൽ നിന്ന് ഒരു 8:30 ഫ്ലൈറ്റ് അവരെടുത്തു. ഇവിടെ 10:30-11 അവരോട് എത്തി. ഇവർ അബുദാബിയിലേക്കാണ് വന്നത്. കാരണം ആപ്പന്റെ ഇതൊക്കെ ഹോട്ടലൊക്കെ അബുദാബിയിലാണ്. അപ്പം നമ്മള് ഇന്ന് ആപ്പനെ എല്ലാം കാണാൻ വേണ്ടി പോകുന്നു. അപ്പൊ പിന്നെ എന്റെ അമ്മ ഒരുപാട് സാധനങ്ങൾ കൊട്ടേച്ചിട്ടുണ്ട്. എന്റെ അമ്മയും രണ്ട് പാരന്റ്സും, എന്റെ പാരന്റ്സും അമലേന്റെ പാരന്റ്സ്. അപ്പൊ നമ്മള് പാരന്റ്സ് കുറെ സാധനങ്ങൾ കൊട്ടേച്ചിട്ടുണ്ട്, അതും മേടിക്കണം. പിന്നെ ഇവരെ കാണണം. അപ്പൊ ഞാൻ ആദ്യം ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് നമ്മൾ അറിയുന്ന ഒരാളെ കാണുന്നത്. ഒരുപാട് ആൾക്കാരുണ്ട്, ഇപ്പൊ അമലേന്റെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പക്ഷെ എന്നാൽ എനിക്ക് ഭയങ്കര അറിയില്ലല്ലോ. ഇതിപ്പം എന്ന് പറഞ്ഞാൽ എന്റെ ആപ്പനും ആയിട്ട് നമ്മള് സ്വന്തം ആൾക്കാരാണല്ലോ. അപ്പൊ അവരെ കാണാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. നാട്ടിലുണ്ടാവുമ്പോൾ ഞാൻ ഡെയിലി അവരെ കാണുന്നുണ്ട്, അങ്ങനെയല്ലല്ലോ. നമ്മൾ വേറൊരു നാട്ടിൽ പോയിട്ട് 1-1.5 മാസം കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളെ സ്വന്തക്കാരെ കാണുന്ന പറയുമ്പോൾ വേറെ തന്നെ ഒരു ഫീലിംഗ് ആണ്. അപ്പൊ അവരിങ്ങനെ വരാനുള്ളൊരു പ്ലാനിങ് ഉണ്ടായപ്പോ എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആണ്. അത് വന്നിട്ട് കാണാൻ വേണ്ടി പോകുന്ന, അവരെ കൂടെ കറങ്ങാൻ വേണ്ടി പോകുന്നൊക്കെ ഒരു ഇതിലാണ് നിൽക്കുന്നത്. അപ്പൊ ഇന്ന് ഞാൻ അവരെ കാണാൻ വേണ്ടി പോവാണ്. അത് മാത്രമല്ല, ഇന്ന് വേറൊരു കാര്യം കൂടി ഉണ്ട്. ഇന്നതുപോലെ അബുദാബിയിൽ അമലേട്ടന്റെ മാമൻ അബുദാബിയിലാണ്. അമലേട്ടൻ പക്ഷെ ഏട്ടെന്നാ വിളിക്കുന്നത്, പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അമ്മേന്റെ കസിനാണ്, അമ്മേന്റെ അനിയനാണ് ശരിക്കും. പക്ഷെ അമലേട്ടനും ഞാനും ഏട്ടാന്നാ വിളിക്കുന്നത്. അപ്പം അജീഷ് ഏട്ടന്റെ ഫാമിലിയൊക്കെ ഇവിടെയാണ്, അബുദാബിയിലാണ്. അപ്പോൾ നമ്മൾ അവരെ വീട്ടിലേക്ക് കൂടി പോകുന്നുണ്ട്. അപ്പൊ അവരെ വീട്ടിലേക്ക് ഫസ്റ്റ് അവരെ വീട്ടിലേക്കാണ് പോകുന്നത്. അവരെ വീട്ടിൽ പോയിട്ട് അവിടുന്ന് ലഞ്ചൊക്കെ കഴിച്ചിട്ട് ലഞ്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് ഞാൻ ആപ്പനും ആന്റണിയും കാണാൻ വേണ്ടി പോവാം. അപ്പം ഇവിടുന്ന് ഷാർജയിൽ നിന്ന് അബുദാബിയിലേക്ക് ഒരു 1.5-2 മണിക്കൂർ ഡ്രൈവ് ഒക്കെ ഉണ്ട്. ഭയങ്കര രസമാണ്. ഇവിടെ അധികം ട്രാഫിക് ഒന്നും അങ്ങോട്ട്, ദുബായ് കഴിഞ്ഞാൽ അബുദാബിയിലേക്ക് വലിയ ട്രാഫിക് ഒന്നും ഇല്ല. നല്ലൊരു സ്ട്രീറ്റ് റോഡാണ്, നല്ല രസമാണ് പോകാൻ, ഉറങ്ങാൻ സുഖമാണ്. അപ്പം അവിടെ എത്തിയിട്ട് കാണാം. അവിടെ എത്തിയിട്ടല്ല, അവിടെ പോകുന്ന വഴിക്ക് ഉണ്ടാവുന്ന കാര്യങ്ങളും റോഡും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ എനിക്ക് ഇന്ന് ഹോളിഡേയ്സ് ഒക്കെ ആയതുകൊണ്ട് അങ്ങനെ ട്രാഫിക്കും കാര്യങ്ങളൊന്നും ഇല്ല. അല്ലെങ്കിൽ ഇങ്ങോട്ടേക്കൊന്നും ഷാർജയിൽ ദുബായിലേക്ക് എത്താൻ തന്നെ 1 മണിക്കൂർ വേണ്ടി വരും. ശരിക്കും നോർമലി അത്ര ഒന്നും വേണ്ട, ഒരു ½ an hourനുള്ളിൽ എത്തും. പക്ഷെ ട്രാഫിക് ഒക്കെ ഉണ്ടാവുമ്പം ഒരു 1.5 മണിക്കൂർ തന്നെ ഉണ്ടാവും. പക്ഷെ ഇന്ന് അങ്ങനെയൊന്നുമില്ല, അങ്ങനെ വലിയ ട്രാഫിക് ഒന്നുമില്ല റോഡില്. അപ്പം അവിടെ എത്തിയിട്ടും പിന്നെ പോകുന്ന റോഡൊക്കെ കാണിച്ചു. നമ്മൾ അബുദാബിയിലെത്തി. ഇവിടുന്ന് ഒരു 30 minutes ഡ്രൈവ് ഉണ്ട് ഏട്ടന്റെ വീട്ടിലേക്ക്. അപ്പം ഈ ദുബായിൽ വെച്ച് ദുബായിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പം അബുദാബിയിൽ കുറച്ചും കൂടി റോഡ് റൂൾസ് സ്ട്രിക്റ്റ് ആണ്, കുറച്ചും കൂടി വ്യത്യാസമുണ്ട് റോഡ് റൂൾസ്. ഇപ്പൊ 4 lanes ആണ്. അപ്പൊ ലെഫ്റ്റത്തെ 2 ലൈൻസിന് നമ്മൾ 120 മിനിമം സ്പീഡിൽ കീപ്പ് ചെയ്യണം, ഇല്ലെങ്കിൽ നമുക്ക് ഫൈൻ കിട്ടും. മാക്സിമം സ്പീഡ് ലിമിറ്റ് 140 ആണ്. നമ്മൾ മിനിമം 120 ഇതിൽ നമ്മൾ പോകണം. അല്ലെങ്കിൽ ലെഫ്റ്റത്തെ 2 ലൈൻസിൽ, മറ്റു 2 ലൈൻസിൽ ഒരു 80-100 ആ ഒരു ഇതിൽ പോയാൽ മതി. അതെന്ത് ക്യൂ ആണ്. നമ്മുടെ നാട്ടിൽ ഏറ്റവും സ്പീഡ് പോകുന്നതാണ് ഫൈൻ, ഇവിടെ സ്പീഡ് കുറഞ്ഞാലാണ് ഫൈൻ വരുന്നത്. അപ്പം പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മളില്ലേ 2 ഡോറൊക്കെ അടച്ച് ചില്ല ഇട്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് സ്പീഡ് മനസ്സിലാവുന്നില്ല. 120-ലെല്ലാം പോകുന്നത് മനസ്സിലാവുന്നില്ല. അത് സ്പീഡ് പോകുന്ന നമുക്ക് തോന്നുമല്ലോ, പക്ഷേ അല്ല, നല്ല സ്പീഡിലാണ് പോകുന്നത്. പക്ഷെ നമുക്കത് മനസ്സിലാവുന്നില്ല. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു ½ an hourനുള്ളിൽ നമ്മൾ എത്തും.
ലൊക്കേഷനിലെത്തി. അപ്പം ഏട്ടൻ്റെ വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ട്, 2 മക്കളുണ്ട്, 2 ആമക്കളുണ്ട്. അപ്പോൾ അവർക്ക് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെ മുർഷിദ് മാളിൽ വന്നിട്ടുള്ളത്. അവിടെ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നമ്മൾ വീട്ടിൽ പോകണം. അപ്പം മുകളിലെത്തിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഫ്രൂട്ട്സും ഡോണറ്റ്സും കാര്യങ്ങളൊക്കെ വാങ്ങിയത്. അപ്പം നമ്മളിങ്ങനെ നോക്കുവാണ് എന്ത് ഫ്രൂട്ട്സാണ് വാങ്ങേണ്ടതെന്നൊക്കെ. അപ്പം നമ്മൾ ഫ്രൂട്ട്സൊക്കെ നോക്കി ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങി വീട്ടിലേക്ക് പോവാണ്. നമ്മൾ ഏട്ടൻ്റെ ഫ്ലാറ്റിലെത്തി. ഇനി അങ്ങോട്ട് നമ്മൾ പോവാണ്. 4th ഫ്ലോറിലാണ്. അപ്പം അവിടെ എത്തിയിട്ട് ഹായ്. ഇതവിടുത്തെ കുട്ടികളൊക്കെയാണ്. വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഫുട്ബോളൊക്കെ കളിക്കുന്ന 2 ചെറിയ മക്കളാണ്. അപ്പം അതിൻ്റെ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഫുഡൊക്കെ ഒന്നും എടുത്തിട്ടുണ്ടായിട്ടില്ല. ഫുഡ് ചേച്ചി ബിരിയാണിയൊക്കെ ആക്കിയത്, ബിരിയാണി ഐസ്ക്രീമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുട്ടികളുടെ കളിയൊക്കെ കണ്ട് നമ്മൾ കുറേ നേരം ഇരുന്നു. അവർ കുറേ ടൈം ടിവിയും കാർട്ടൂണൊക്കെ കണ്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഫുട്ബോളും ക്രിക്കറ്റും കാര്യങ്ങളൊക്കെ കളിക്കായിരുന്നു. അവരോട് കുറേ സമയം സംസാരിച്ചിരുന്നു. പിന്നെ കുട്ടികൾ ഫുട്ബോൾ കഴിഞ്ഞപ്പോൾ അടുത്തത് ക്രിക്കറ്റിൻ്റെ ബാറ്റും ബോളൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് കുട്ടികൾ വീണ്ടും TV ഒക്കെ കാണാൻ വേണ്ടി തുടങ്ങി. അങ്ങനെയായിരുന്നു. കുറേ നല്ല രസമായിരുന്നു കുട്ടികളുടെ കൂടെ കുറേ കളിക്കാനൊക്കെ. അടിപൊളിയായിരുന്നു. അപ്പോൾ ഇതാണ് ഏട്ടൻ്റെ ഫ്ലാറ്റിൽ നിന്ന് പുറത്തേക്കുള്ള വ്യൂ. നല്ല അടിപൊളി വ്യൂ ആണ്. അപ്പം നമ്മൾ ഏട്ടൻ്റെ വീട്ടിൽ നിന്ന് തന്നെ ഇറങ്ങി പാപ്പനെ കാണാൻ വേണ്ടി പോവാന്ന്. ശരിക്കും അവിടെ അടിപൊളിയായിരുന്നു. വീട്ടിൽ ചേച്ചി നല്ല അടിപൊളി ഫുഡൊക്കെ ഉണ്ടാക്കി തന്നു. നല്ല ബിരിയാണിയും ഐസ്ക്രീമും നല്ല സൂപ്പർ ചായയെല്ലാം ഉണ്ടാക്കി. അപ്പോൾ അവിടെ ഏട്ടനും ചേച്ചീൻ്റെ അമ്മയും അച്ഛനും 2 കുട്ടികളും ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്തിട്ടാണ് ഇനിയിപ്പം പോകുന്നത്. ഇനിയിപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ അടുത്തുള്ള ഏതെങ്കിലും മോളിലൊക്കെ പോയി കറങ്ങിയിട്ടൊക്കെയാണ് തിരിച്ച് നമ്മളെ വീട്ടിലേക്ക് പോവാം. അപ്പോൾ ഇനി അവിടെ എത്തിയിട്ട് അപ്പനെയും ആൻറ്റിയൊക്കെ കണ്ടിട്ട് ബാക്കി കാര്യം പറയാം. ഓക്കെ, ഇതാണ് എൻ്റെ ആപ്പൻ്റെ ഹോട്ടൽ. സമോവർ ടീ എന്നതിൻ്റെ പേര്. ശരിക്കും ഇതെൻ്റെ ആൻറ്റി എടുത്ത വീഡിയോ ആണ്. ഞാൻ വരുന്ന ഒരു എൻട്രി ഒക്കെ എടുത്തത് ആൻറ്റിയാണ്. അതുകൊണ്ടാണ് ഈ വീഡിയോ ഇങ്ങനെ. ശരിക്കും നമ്മൾ ഷോർട്സ് രീതിയിലാണ് ആൻറ്റി ഫോൺ പിടിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഇങ്ങനെ കാണുന്നത്. ഞാനും എൻ്റെ ഹസ്ബൻഡും പിന്നെ ആപ്പനും വരുന്ന ഒരു എൻട്രി ആയിരുന്നു. അത് ആൻറ്റി എടുത്തതാണ്. പിന്നെ ഞാൻ വിചാരിച്ചു അതിൻ്റെ നമ്മൾ ഹോട്ടലിൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാമെന്ന്. ഭയങ്കര റഷായിരുന്നു അതിനുള്ളിൽ. കാരണം ഒരു ഈവനിങ് 5 o'clock ആ ഒരു ടൈമിലാണ് പോയത്. അപ്പം ഭയങ്കര തിരക്ക് പറഞ്ഞാൽ ഭയങ്കര തിരക്കായിരുന്നു. ഒരുപാട് സ്നാക്സ് ഉണ്ട്, ഒരുപാട് സ്നാക്സ്. ശരിക്കും അതിൻ്റെ പേരെന്താണെന്ന് പോലും നമുക്കറിയില്ല. അത്രയും നമ്മൾ നാട്ടിലൊന്നും കാണുന്ന രീതിയിലുള്ളതേ അല്ലായിരുന്നു. ഒരുപാട് ചിക്കൻ വെച്ചിട്ടുള്ളതും കല്ലുമ്മക്കായ വെച്ചത് ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു അവിടെ. ഇതൊക്കെ അതിൻ്റെ മെനുവും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ടായിരുന്നു. അത് പിന്നെ കാണുന്നത് ഫിഷിൻ്റെ ഐറ്റംസാണ് അവിടെ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റി ആയിരുന്നു എല്ലാ കാര്യങ്ങളും. പിന്നെ ഇത് കോക്ടെയിലും മറ്റേ ജ്യൂസിൻ്റെ ഒക്കെ ഒരു മെനു ആണ്. അടിപൊളിയായിരുന്നു. ഞാൻ എൻ്റെ സ്വന്തം ആപ്പേൻ്റെ കടയോണ്ട് പറയല്ല, അടിപൊളിയായിരുന്നു അത്. അത്രക്കും കാര്യങ്ങളുണ്ടായിരുന്നു. നമ്മളിപ്പം അടുത്തൊരു ബ്രാഞ്ചിലേക്ക് കൂടി പോവുകയാണ്. ഈ സ്ഥലം എന്ന് വെച്ചാൽ അബുദാബിയിൽ മുസഫ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഈ 2 ഹോട്ടൽസും അടുത്തടുത്ത് തന്നെയാണ്. ഏകദേശം ഒരു 5 minutes ഡിസ്റ്റൻസേ ഉള്ളൂ. ഇപ്പോൾ അബുദാബിയിലൊക്കെ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ വളരെ നല്ലൊരു ഓപ്ഷനാണ് ഈ ഒരു ഹോട്ടൽ. അടിപൊളി സ്നാക്സും അതുപോലെ ലഞ്ചും ഡിന്നറും ഒക്കെ അടിപൊളി. രണ്ടാമത്തെ നല്ല ഫുഡാണ്. സ്നാക്സൊക്കെയാണ് ഓൾമോസ്റ്റ് ഫിനിഷ് ആയിട്ടുണ്ടായിരുന്ന സമയം 5 മണിയൊക്കെ ആയിട്ടുണ്ടല്ലോ. എന്നാലും ഇവിടുത്തെ സ്നാക്സും അടിപൊളിയാണ്. 2 ഏകദേശം സെയിം മെനു തന്നെയാണ്. അടിപൊളി സ്നാക്സ് ഒക്കെയാണ്. അതുപോലെ ഇവരുടെ ഡിന്നർ ഐറ്റംസ് ലഞ്ച് ഐറ്റംസ് ഒക്കെ അടിപൊളിയായിരുന്നു. ബീഫ് കറിയൊക്കെ അടിപൊളിയായിരുന്നു. അപ്പം അബുദാബിയിലൊക്കെ ഉള്ള ആൾക്കാർക്ക് നല്ലൊരു ഓപ്ഷനാണ് ഈ ഒരു ഹോട്ടൽ. എല്ലാവരും ഒന്ന് വിസിറ്റ് ചെയ്യുക ഈ ഹോട്ടലിലേക്ക്.
അപ്പോൾ അതിനൊക്കെ ശേഷം ഞങ്ങൾ എല്ലാവരും കൂടി ഇവിടെ അടുത്തുള്ള സിറ്റി സെൻറ്ററിൽ പോയി. അത് അടിപൊളിയായിരുന്നു. സിറ്റി സെൻറ്ററിൽ പോയപ്പം നമ്മൾ 4 പേരും കൂടി ഫസ്റ്റ് ടൈമാണ് അങ്ങനെ പുറത്തൊക്കെ പോയി കറങ്ങുന്നത്. നാട്ടിലുണ്ടാവുന്ന അങ്ങനെ പോകാറില്ലായിരുന്നു. അപ്പോൾ ഇത് ഫുൾ കിഡ്സിൻ്റെ ഏരിയ ആയിരുന്നു. ഒരുപാട് ഗെയിംസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അവരുടെ ഒരു സെക്ഷനായിരുന്നു. അപ്പം അവിടെയൊക്കെ ഒരുപാട് കറങ്ങി, ഒരുപാട് സാധനങ്ങളൊക്കെ കഴിച്ചു. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോയി. അങ്ങനെ ഗൈസ് എല്ലാം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി. അധികം ഫോട്ടോസ് കുറേ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെ കുറേ നാളിന് ശേഷം, കുറേ നാളല്ല 1.5 മാസത്തിന് ശേഷം ഞാനങ്ങനെ എൻ്റെ ഫാമിലിയെല്ലാം കണ്ടു. അപ്പോൾ എല്ലാവരും കണ്ട് ബൈ പറഞ്ഞിറങ്ങി. അപ്പം ബൈ പറഞ്ഞൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയും. സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷം, ഭയങ്കര ഹാപ്പി ആയിരുന്നു ഞാൻ അവരെല്ലാം കാണുന്നത്. കുറേ നാളിന് ശേഷം കാണുന്നതാണല്ലോ, കുറേ നാളൊന്നായില്ല 1.5 മാസത്തിന് ശേഷമാണ് എല്ലാവരും കണ്ടു, കുറേ സമയം സ്പെൻഡ് ചെയ്തു. നാട്ടിലാകുമ്പം നമ്മൾ വീട്ടിൽ നിന്ന് സംസാരിക്കുന്നില്ലല്ലോ, നമ്മൾ പുറത്തുനിന്ന് അങ്ങനെ പോകുന്നൊന്നുമില്ല. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.